For today's meditation, shall we turn our Bible to Psalms 42, verse 11. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 42-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കാം. Why art thou cast down, O my soul, and why art thou disquieted within me? Hope thou in God, for I shall yet praise him, who is the health of my countenance and my God. എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശകരക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. Glory be to the name of God. ദൈവനാമത്തിന് മഹത്വം. In this evening time, this may be your status. ഈ വൈകുന്നേര സമയത്ത് ഇതായിരിക്കാം നിങ്ങളുടെ അവസ്ഥ. You may be, your soul, it may be cast down. നിങ്ങളുടെ ആത്മാവ് വിഷാദിച്ചിരിക്കാം. Or otherwise, you will be in the disquieted state. ഇല്ലായെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കാം. Because the situation what you going through, it may be made you like this. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യം നിങ്ങളെ അങ്ങനെ ആക്കിയിരിക്കാം. Most of the thing you cannot able to open up your heart to others. എല്ലാ കാര്യത്തെയും മറ്റുള്ളവരോട് പങ്കുവെപ്പാൻ കഴിയുകയില്ല. Your personal problem or your family problem, you have to face it. നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെയും നാം തന്നെ നേരിടണം. Yes. So here also in these words we see that this person is telling to his own soul that why art thou cast down, O my soul? ഇവിടെയും ഈ വ്യക്തി ഈ വാക്യത്തിൽ തന്റെ ആത്മാവിനോട് തന്നെ ഇപ്രകാരം പറയുന്നു, നീ വിഷാദിക്കുന്നത് എന്ത്? Why art thou disquieted within me? നീ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ത്? Yes. Hope thou in God. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. For I shall yet praise him who is the health of my countenance and my God. അവൻ എന്റെ മുഖപ്രകാശകരക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. Yes. In different kinds, when you are going through the different kinds of situation, in ourselves, we will be discouraged or we may be dismayed. വിവിധ സാഹചര്യങ്ങളിലൂടെ നാം ഇപ്രകാരം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നാം അധൈര്യപ്പെട്ടു പോകാറുണ്ട്, നാം ഭ്രമിച്ചു നോക്കാറുണ്ട്. Yes. Especially in these days, we can able to see that the present situation which the world is going through, it is very difficult situation. വിശേഷാൽ ഈ നാളുകളിൽ നാം നോക്കുമ്പോൾ ഈ ലോകം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യം എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാകുന്നു. Everywhere problems. എല്ലായിടങ്ങളിലും പ്രശ്നങ്ങൾ. So we are not excluded from that problems. ആ പ്രശ്നങ്ങളിൽ നിന്ന് നാം ആരും ഒഴിവുള്ളവരുമല്ല. Yes. So everybody we are going through such kinds of problems. നാം ഏവരും അപ്രകാരമുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. So while you are going through like these situations, so we will be discouraged and in ourselves and we may be dismayed. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം സ്വാഭാവികമായിട്ടും നാം അധൈര്യപ്പെട്ടു പോകാറുണ്ട്, ഭ്രമിച്ചു നോക്കാറുണ്ട്. So sometimes we may hide this from our family members because if they know the situations, so they will also be discouraged and dismayed. Sometimes we may be hide from them. ചിലപ്പോൾ നാം ഇത് കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും മറച്ചു വെക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവരത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുമായി ധൈര്യപ്പെട്ടു പോകും, അവരും ഭ്രമിച്ചു പോകും. Yes, so their peace and happiness also it will be lost. അവരുടെ സമാധാനവും സന്തോഷവും നഷ്ടമായി പോകുമല്ലോ. So we keep everything in our heart. അതുകൊണ്ട് എല്ലാം നാം നമ്മുടെ ഹൃദയത്തിൽ ഒതുക്കുന്നു. And day by day we lose our peace, we lose our joy, and we will be discouraged state and we will be in the dismayed state. നാളുകൾ കഴിയുന്തോറും നാം നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷവും നഷ്ടമാക്കി നാം അപ്രകാരം അധൈര്യപ്പെട്ട് ഭ്രമിച്ചു നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്നു. Yes. But here the person here
told this thing, but in the following thing, in this verse itself, he is telling that even though he may be is going through like this situation, but he is telling that I will be hoping in the God. എങ്കിലുമോ ഈ വ്യക്തി ഇപ്രകാരം താൻ പറയുന്നുവെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ആകുന്നു താൻ കടന്നു പോകുന്നത് എങ്കിൽ തന്നെയും താൻ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. Yes. We have to keep our hope in the God. നാം നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ വെക്കണം. No man can able to help us. ഒരു മനുഷ്യനും നമ്മെ സഹായിക്കുകയില്ല. Because everybody's situation, everybody's status is like that only. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സാഹചര്യം അപ്രകാരം തന്നെയാകുന്നു. Yes. So whatever the situation you may be going through, you have to trust in the God, or you have to keep the hope in the God. അതുകൊണ്ട് നിങ്ങൾ കടന്നുപോകുന്ന ആ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും നിങ്ങൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം, അവങ്കിൽ തന്നെ പ്രത്യാശ വയ്ക്കണം. Yes. So, only from our God, blessings and deliverance will come. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിങ്കിൽ നിന്ന് മാത്രമാകുന്നു അനുഗ്രഹങ്ങളും വിടുതലുകളും കടന്നു വരിക. Yes. So that's why we have to keep the hope upon our God. അതുകൊണ്ട് നാം നമ്മുടെ പ്രത്യാശ നമ്മുടെ ദൈവത്തിങ്കിൽ വെക്കണം. Yes. So, if we keep the hope in the God, definitely your countenance, it will not be put to be shame. നാം നമ്മുടെ പ്രത്യാശയെ ദൈവത്തിങ്കിൽ ആകുന്നു വെക്കുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ മുഖം ലജ്ജിച്ചു പോകയില്ല. If you put a hope in a man, sometimes, yes, your countenance will be put to be ashamed. നാം ഒരുപക്ഷെ നമ്മുടെ ആശ്രയം പ്രത്യാശ മനുഷ്യരിൽ വെക്കുന്നുവെങ്കിൽ ചിലപ്പോൾ നാം ലജ്ജിച്ചു പോകും. Yes. But when you put your hope in the God, എങ്കിലുമോ നാം ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ your countenance will not be ashamed. നമ്മുടെ മുഖം വാടുകയില്ല, ലജ്ജിക്കയില്ല. Yes. So here we see what kind of problem he is facing, why this person was discouraged or dismayed here. ഈ വ്യക്തി എന്ത് പ്രശ്നമാകുന്നു നേരിടുന്നത്, എന്തുകൊണ്ടാകുന്നു ഈ വ്യക്തി ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത്, അധൈര്യപ്പെട്ടിരിക്കുന്നത്? Yes, in verse 10 we see like this. 10ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, As with a sword in my bones mine enemy reproach me, while they say daily unto me, where is thy God? നിന്റെ ദൈവം എവിടെ എന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. Yes. Sometimes in our life also, this enemies, they may reproach us. നമ്മുടെ ജീവിതത്തിലും ഈ ശത്രുക്കൾ നമ്മെ നിന്ദിക്കാറുണ്ട്. Yes, asking the same question that, where is thy God? നിന്റെ ദൈവം എവിടെ എന്ന അതേ ചോദ്യം ഉന്നയിച്ചുകൊണ്ട്. Yes. In which situation? ഏത് സാഹചര്യത്തിൽ? So, when you keep the hope in the God, or when you keeping the faith in the God, or you started to live on a faith life, at that time, immediately all the things, immediately it will not be happen in your life. നിങ്ങൾ പ്രത്യാശ ദൈവത്തിങ്കൽ വെക്കുമ്പോൾ, നിങ്ങൾ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ, ഒരു വിശ്വാസ ജീവിതത്തെ തുടങ്ങുവാൻ ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം തന്നെ നല്ലതായി കടന്നു പോകുകയില്ല. When you stand for the divine healing, immediately the healing may not come. God may not heal you immediately. ദൈവിക രോഗശാന്തിയുടെ കാലം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവം സൗഖ്യമാക്കി എന്ന് വരികയില്ല. Yes, when you're waiting for the God, immediately you cannot able to get the answer from the God. ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിച്ചെന്ന് വരികയില്ല. God has his own time. ദൈവത്തിന് തന്റേതായ സമയമുണ്ട്. Yes, we are seeing the situation, we may be worrying, and immediately we need the answers. നാം സാഹചര്യത്തെ കണ്ടുകൊണ്ട് നമുക്ക് ഭാരമുണ്ടായി പെട്ടെന്ന് ഉത്തരം ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. Yes, at this situation, the Satan, he will also, through your mind or through other person, he will question you. You are waiting for the God. Nothing is happening.
where is your God? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിശാച് നിങ്ങളുടെ മനസ്സിലൂടെ ഇല്ല എങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയിലൂടെ ഇപ്രകാരം ചോദിക്കും, നീ ദൈവത്തിനായി കാത്തിരിക്കുന്നു, നിന്റെ ദൈവം എവിടെ? You're praying for this matter for the long time. No answer. Where is your God? ഈ ഒരു കാര്യത്തിന് വേണ്ടി ദീർഘനാളുകളായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഉത്തരമില്ല, നിന്റെ ദൈവം എവിടെ? You're standing for the divine healing. Day by day, situation is going worse. Where is your God? നീ ദൈവിക രോഗശാന്തിക്കായി നിലകൊള്ളുന്നു, നീ എങ്കിലുമോ യാതൊരു വ്യത്യാസവുമില്ല, കാര്യങ്ങളൊക്കെയും ഇവ മോശമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, നിന്റെ ദൈവം എവിടെ? Yes. So when others asking this question, sometimes it may be your family members, sometimes it may be your relation, or sometimes your colleague. When they're asking this question, that is a great reproach for us. മറ്റുള്ളവർ ഇപ്രകാരം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അത് നിങ്ങളുടെ കുടുംബാംഗമായിരിക്കാം, ഇല്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ സഹപ്രവർത്തകനോ ആയിരിക്കാം. ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് വലിയൊരു നിന്ദയായി ഭവിക്കും. Yes. So many times when we stand for the God, what happens when we wait for the God? So the enemy, we have to face the enemy's reproach or the question like this. പലപ്പോഴും നാം ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ, ദൈവത്തെ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള നിന്ദകൾ ശത്രുവിന്റെ അടുക്കൽ നിന്ന് നാം നേരിടേണ്ടി വരും. Same thing has happened to the king Ezekiel. അത് തന്നെയാകുന്നു ഹിസ്കിയ രാജാവിനും സംഭവിച്ചത്. King Assyria, he came and his whole army came and surrounded that land, and now he is asking the question, the God who you are believing, you are thinking that he will come and deliver you. അസീരിയ രാജാവ്, അരാമ്യ രാജാവ് മുഴുവനും അവർ കടന്നു വന്ന് ആ ദേശത്തെ മുഴുവനുമായിട്ട് ചുറ്റി വളഞ്ഞിട്ട് ഇപ്രകാരം ഇപ്പോൾ ചോദിക്കുന്നു, നിന്റെ ദൈവം, നിങ്ങൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവം എവിടെ? They will deliver you. അവൻ നിങ്ങളെ വിടുവിക്കുമോ? See, I have conquered that land. I have conquered this land. So their God cannot able to deliver that land from my hand. ഞാൻ ആ ദേശത്തെയും ഈ ദേശത്തെയും ഒക്കെയും പിടിച്ചു, എങ്കിലുമോ അവരുടെ ദേവന്മാർക്കൊന്നും അവരുടെ ദേശത്തെ എന്നിൽ നിന്ന് വിടുവിക്കുവാൻ കഴിഞ്ഞില്ല. Yes, at that moment, it was a great reproach for the king Ezekiel and the people. ആ സമയത്ത് അത് ഹിസ്കിയ രാജാവിനും ആ ദേശത്തെ ജനത്തിനുമൊക്കെയും വലിയൊരു നിന്ദയായിരുന്നു. Yes, but even though he does not put away his hope from the God. എങ്കിലുമോ അവൻ ഒരിക്കലും തന്റെ പ്രത്യാശ ദൈവത്തിങ്കിൽ നിന്നും മാറ്റിയില്ല. Yes, in his own country, great famine was there. There is nothing to eat also. അവന്റെ സ്വന്തം ദേശത്ത് വലിയൊരു ക്ഷാമമുണ്ടായി, ഭക്ഷിപ്പാൻ പോലും ഒന്നുമില്ലായിരുന്നു. Because this army is surrounding, people cannot go out or in, everybody is there only. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഈ സൈന്യം അവർക്ക് ചുറ്റുമായിട്ട് പാളയമടിച്ചിരുന്നത് കൊണ്ട് അവർക്ക് പുറത്തു പോകുവാനോ വരുവാനോ കഴിയുകയില്ലായിരുന്നു. It is a worst situation. അത് വലിയൊരു ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യമായിരുന്നു. At the same time, the enemy also reproaching. അതേസമയം ശത്രുവും അവരെ നിന്ദിക്കുന്നു. Yes. So in this moment also, the king Ezekiel, he never put his hope away from the God. ഈ സമയവും ഹിസ്കിയ രാജാവ് തന്റെ പ്രത്യാശ ദൈവത്തിൽ നിന്ന് മാറ്റിയില്ല. Yes, he had a great hope that anyway my God will deliver me. ഏത് വിധേനയും എന്റെ ദൈവം എന്നെ വിടുവിക്കുമെന്ന ഒരു വലിയൊരു പ്രത്യാശ തനിക്കുണ്ടായിരുന്നു. Yes, my God is Almighty God. എന്റെ ദൈവം സർവശക്തനായ ദൈവം. Yes, he will deliver me. അവൻ എന്നെ വിടുവിക്കും. He is with me. അവൻ എന്നോട് കൂടി ഉണ്ട്. What and all the thing I have did, it was prospered. ഞാൻ ചെയ്തതൊക്കെയും കൃതാർത്ഥമായി. It was prospered. അതൊക്കെയും സാധ്യമായി. Because my God was with me. എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം എന്നോട് കൂടി ഉണ്ടായിരുന്നു. But in this situation also, definitely my God will deliver me. ഈ ഒരു സാഹചര്യത്തിലും തീർച്ചയായും എന്റെ ദൈവം എന്നെ വിടുവിക്കും. That's why at that moment also, he can able to wait for the God. അതുകൊണ്ടാകുന്നു ആ സാഹചര്യത്തിൽ പോലും അവൻ ദൈവത്തിന് വേണ്ടി കാത്തിരിപ്പാൻ അവന് കഴിഞ്ഞത്. Yes, he does not call other kings to come and help him. മറ്റേതെങ്കിലും രാജാവ് തന്നെ ഒന്ന് സഹായിപ്പാനായി അവൻ വിളിച്ചില്ല. But he waited for the God. He kept his hope and he waited for the God. അവൻ പ്രത്യാശ വെച്ച് യഹോവയ്ക്കായി കാത്തിരുന്നു. Yes, there God did the miracle. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. They does not went and fight the battle. അവർ പോയി യുദ്ധം ചെയ്തില്ല. Yes, but this king hearing the message, one message, and he went back. ഒരു ദൂത് കേട്ടുകൊണ്ട് ഈ രാജാവ് മടങ്ങിപ്പോയി. Yes, the king Assyria, he went back. അശൂർ രാജാവ് മടങ്ങിപ്പോയി. Yes,
and there he was killed. അവിടെ അവൻ കൊല്ലപ്പെട്ടു. Yes. He came to defeat the king Hezekiah and the land, but Hezekiah kept the hope in the God. God defeated him. ഹിസ്കിയ രാജാവിനെ തോൽപ്പിക്കേണ്ടതിനായി അവൻ കടന്നു വന്നു. അവനോ പ്രത്യാശ ദൈവത്തിൽ വെച്ചതുകൊണ്ട് അശൂർ രാജാവ് തോൽപ്പിക്കപ്പെട്ടു. Yes, in your life also, when you're standing in the faith, when you're standing in the divine healing, when you're standing for the God, yes, situation may go worst and worst. Your enemies also question that, where is your God? But you still keep the faith in the God. You still keep the hope in the God. Definitely, the miracle will happen for you. Definitely, there is a deliverance is there for you. നിങ്ങൾ വിശ്വാസത്തിനായി കാത്തു നിൽക്കുമ്പോൾ, നിങ്ങൾ ദൈവിക രോഗശാന്തിക്കായി കാത്തിരിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, വിവിധങ്ങളായ രീതിയിൽ ശത്രുക്കൾ കടന്നു വന്ന് നിങ്ങളെ നിന്ദിച്ചേക്കാം, കാര്യങ്ങളൊക്കെയും മോശമായി പോയേക്കാം. എങ്കിലുമോ നിങ്ങളുടെ വിശ്വാസം ദൈവത്തിൽ തന്നെ അർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ വിടുവിക്കും. Yes, it may be in the beginning, it may be, the situation may be like that you are defeated. ഒരുപക്ഷെ ആദ്യമായിട്ട് നാം കാണുമ്പോൾ സാഹചര്യമൊക്കെയും നിങ്ങൾ തോറ്റതുപോലെ കാണപ്പെട്ടേക്കാം. Don't believe that situation. ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ വിശ്വസിക്കരുത്. Believe the God. ദൈവത്തിൽ വിശ്വസിക്കുക. Believe the God who do the miracle for you. നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുക. Believe the God who deliver you. നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തെ വിശ്വസിക്കുക. Believe the God who solve the problem. നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ദൈവത്തെ വിശ്വസിക്കുക. Believe the God who heal the sickness. രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവത്തെ വിശ്വസിക്കുക. Yes, definitely the things which is overcoming you, it will be defeated. അതേ, തീർച്ചയായും നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നതൊക്കെയും കീഴ്പ്പെട്ടു പോകും. Yes. So, and the next thing we can able to see that in Joseph's life, we can able to see that the people, they did evil for him. അടുത്തതായി യോസേഫിന്റെ ജീവിതത്തിൽ നാം കാണുമ്പോൾ ജനമൊക്കെയും അവന് വിരോധമായി ദോഷം ചെയ്തു. When he went through that evil situation, he will be also, his condition also, it may be same. അവൻ ആ ദോഷത്തിലൂടെ കടന്നുപോയപ്പോൾ അവന്റെ സാഹചര്യവും അത് തന്നെയായിരുന്നു. Yes, so he may be also asking same like this question, why art thou cast down, O my soul, and why art thou disquieted within me? അവനും അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത് എന്റെ ആത്മാവേ. When the brothers they put into the pit, സഹോദരന്മാർ അവനെ ആ പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ, afterwards they took him and they sold him. അതിനുശേഷം എടുത്തവനെ വിറ്റുകളഞ്ഞപ്പോൾ, yes, when in the house of Potiphar, when he was accused and he was put into the jail, അവനെ പോത്തിഫേറിന്റെ ഭവനത്തിൽ കുറ്റം ആരോപിച്ച് അവനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ, all these moments, ഈ സാഹചര്യത്തിലൊക്കെയും, yes, so in his heart, inside his heart, he may be also discouraged and dismayed. അവന്റെ ഹൃദയത്തിലും അവൻ അധൈര്യപ്പെട്ട് അവൻ ഭ്രമിച്ചു നോക്കുന്നുണ്ടായിരിക്കാം. But when you see the end, എങ്കിലുമോ അവസാനത്തിൽ നാം നോക്കുമ്പോൾ, yes, so he's telling to his brothers, അവൻ തന്റെ സഹോദരന്മാരോട് ഇങ്ങനെ പറയുന്നു. In Genesis chapter 50 verse 20, he's telling like this. 50 ഉൽപ്പത്തി പുസ്തകം 50:20 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. What he said? Everybody, soon read it. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ എന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. God, he changed that evil into the good. ദൈവം ദോഷത്തെ നല്ലതാക്കി തീർത്തു. Why? എന്തുകൊണ്ട്? He kept the hope in the God. അവൻ പ്രത്യാശ ദൈവത്തിങ്കൽ വെച്ചു. When you are put in that pit, he kept the hope in the Lord. അവനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു കളഞ്ഞപ്പോൾ അവൻ പ്രത്യാശ ദൈവത്തിൽ വെച്ചു. When he was in the house of Potiphar, there also he kept the trust in the hope in the God. അവൻ പോത്തിഫേറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും ദൈവത്തിൽ പ്രത്യാശ വെച്ചു. Because he kept the hope, that's why he ran away from the sin. അവൻ പ്രത്യാശ വെച്ചതുകൊണ്ടാകുന്നു അവൻ പാപത്തെ വിട്ടോടിയത്. Yes, so he's keeping the hope in the God. So that's why on that moment also he can able to flee away from that sin. എല്ലായ്പ്പോഴും അവന്റെ പ്രത്യാശ ദൈവത്തിങ്കിൽ അർപ്പിച്ചിരുന്നു. അതുകൊണ്ടത്രേ ആ സാഹചര്യത്തിൽ പോലും അവന് പാപത്തെ വിട്ടോടുവാൻ കഴിഞ്ഞത്. Yes, so when he was in the jail, he kept that hope in the God. അവൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും ആ പ്രത്യാശ ദൈവത്തിൽ വെച്ചിരുന്നു. Yes, so that's why God changed
all the evil into the good. അതുകൊണ്ട് ദൈവം ആ ദോഷത്തെയൊക്കെയും ഗുണമാക്കി തീർത്തു. Same as like that, in your life also, people may walk evil against you. അപ്രകാരം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ജനം ഒരുപക്ഷെ നിങ്ങൾക്ക് വിരോധമായി ദോഷം ചെയ്തേക്കാം. Your own family members, your own relatives, they may be do the evil unto you. നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളോ നിങ്ങളുടെ സ്വന്തക്കാരോ നിങ്ങൾക്ക് വിരോധമായി ദോഷം നിരൂപിച്ചേക്കാം. Where you are working in your job place, the people may be doing some evil for you. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങൾക്ക് വിരോധമായി ദോഷം നിരൂപിച്ചേക്കാം. Yes. At that moment, if you keep keeping your hope in the God without fighting against them or doing evil to evil, without that, at that moment, if you are keeping the hope in the God, definitely God will change that evil into good for you. ആ സമയത്ത് അവർക്ക് വിരോധമായി പോരാടാതെ വണ്ണം, അവർക്ക് ദോഷത്തിന് പകരമായി ദോഷം ചെയ്യാതെ വണ്ണം നിങ്ങൾ ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ ദോഷത്തെയൊക്കെയും അവൻ ഗുണമാക്കി തീർക്കും. Yes. Not only that, this Jacob, he kept his hope in the God. അത് മാത്രമല്ല ഈ യാക്കോബ് തന്റെ പ്രത്യാശ ദൈവത്തിങ്കിൽ വെച്ചിരുന്നു. This Laban is coming that to hurt him. ലാബാനോ അവന് ദോഷം ചെയ്യുവാനായി കടന്നു വരുന്നു. But before Laban reached Jacob, God giving the warning to the Laban. എങ്കിലുമോ യാക്കോബിനെ കണ്ടുമുട്ടുന്നതിന് മുൻപായിട്ട് ദൈവം ലാബാന് ഒരു താക്കീത് നൽകുന്നു. Yes. So speak not to Jacob either good or bad. യാക്കോബിനോട് വിരോധമായിട്ട് ദോഷമോ ഗുണമോ ഒന്നും സംസാരിക്കരുത്. Yes. Jacob is a person who kept the hope in the God. യാക്കോബ് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. Yes. So when Laban is coming to hurt him, at that moment, God itself coming and giving a warning to that Laban. അവനെ ദോഷം ചെയ്യുവാനായിട്ട് ലാബാൻ കടന്നു വരുമ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് അവനെ താക്കീത് ചെയ്യുന്നു. Yes, same as like in your life also, people may come against you, do the evil things at that time. When you're keeping that hope in the God, definitely God itself, directly God will warn them. അപ്രകാരം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ആരെങ്കിലും ദോഷം നിരൂപിക്കുവാൻ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾ പ്രത്യാശ ദൈവത്തെങ്കിൽ വെച്ച് മിണ്ടാതിരിക്കുന്നുവെങ്കിൽ ദൈവം തന്നെ അവരെ താക്കീത് ചെയ്തുകൊള്ളും. Yes, and not only that, when people talk about you evil things, then what happens at that moment also, then we will be like this. We will be asking our question in our heart, why art thou cast down, O my soul, and why art thou disquieted within me? അപ്രകാരം തന്നെ ദൈവം ജനം ഒരുപക്ഷെ നമുക്ക് വിരോധമായി ദോഷമായി സംസാരിക്കുമ്പോഴും നാം ഇങ്ങനെ ഒരു ചോദ്യം പറഞ്ഞേക്കാം, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? Yes, in the times of some evil situations, it may be happen to us. ദോഷമായ സാഹചര്യങ്ങളിൽ അത് നമുക്കും സംഭവിച്ചേക്കാം. Yes, so but in Psalms 37:19 we read like this. എങ്കിലുമോ 37-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Read it soon. They shall not be ashamed in the evil time, and in the days of famine they shall be satisfied. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. Yes, so they shall not be ashamed in the evil times. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല. Yes, the people who keeping the hope in the God, they will not be ashamed in the evil times. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവർ ദുഷ്കാലത്ത് ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല. So and not only that, the people who are keeping the hope in the God, in the famine time also, God will satisfy them. അതുമാത്രമല്ല ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നുവെങ്കിൽ ആ ക്ഷാമകാലത്തും അവർ തൃപ്തരായിരിക്കും. Yes, so nowadays we are going through like a famine situation. ഇപ്പോഴും നാം ഇപ്രകാരം ഒരു ക്ഷാമകാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. Spiritually also, we are not getting the spiritual food also. In physically, in this life also, our needs are not be fulfilled. ആത്മീകമായും നാം നോക്കുന്നുവെങ്കിൽ ആത്മീകമായ ഭക്ഷണം നമുക്ക് ലഭിക്കുന്നില്ല. അത് മാത്രമല്ല നാം ആക്ഷരികമായി നോക്കുമ്പോഴോ നമ്മുടെ ആക്ഷരികമായ ആവശ്യങ്ങളും നിറവേറുവാൻ കഴിയുന്നില്ല. But if your hope is in the God, definitely in this famine time also,
God will satisfy you. എങ്കിലുമോ നാം നമ്മുടെ പ്രത്യാശ ദൈവത്തിങ്കിൽ വെക്കുന്നുവെങ്കിൽ ഈ ക്ഷാമകാലത്തും ദൈവം നമ്മെ തൃപ്തരാക്കും. Don't see the famine, but keep the hope in the God, or keep the hope in the God who satisfieth you. ആ ക്ഷാമത്തെ നിങ്ങൾ നോക്കേണ്ട, എങ്കിലുമോ നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നവനായ ദൈവത്തെ നോക്കുക. Yes. So, if you're keeping the hope in the God, really you are a blessed man. ദൈവത്തിലാകുന്നു നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാകുന്നു. Yes, that is the thing in Jeremiah 17, verse 7 and 8, we can able to see it. അതുകൊണ്ടാകുന്നു യെരമ്യാ പ്രവചനം 17-ാം അധ്യായം 7-ഉം 8-ഉം വാക്യത്തിൽ നാം വായിക്കുന്നത്. Yes, if you're keeping the hope in the God, if you're trusting the God, definitely you are a blessed person. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായി ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Yes, so if your family is trusting in the God, keeping the hope in the God, really your family is a blessed family. ഒരു കുടുംബം ദൈവത്തിൽ തന്നെ പ്രത്യാശ വെക്കുന്നുവെങ്കിൽ, അവങ്കൽ ആശ്രയിക്കുന്നുവെങ്കിൽ ആ കുടുംബം ഭാഗ്യകരമായ ഒരു കുടുംബമായിരിക്കും. So we have to keep the hope in our God. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ നാം ദൈവത്തിൽ അർപ്പിക്കണം. So now, read Micah chapter 7, verse 8. മീഖാ പ്രവചനം 7-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാട്ടെ. Rejoice not against me, O mine enemy. When I fall, I shall arise. When I sit in darkness, the Lord shall be a light unto me. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. Yes, so in verse 7 we can able to see that, therefore I will look unto the Lord, I will wait for the Lord of my salvation, my God will hear me. 7-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു, ഞാൻ ഓ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. Yes, so here he has the hope. ഇവിടെ നാം ഒരു പ്രത്യാശ കാണുന്നു. So he has the hope. That's why he boldly confessing that, rejoice not against me, O my enemy. അവൻ ആ പ്രത്യാശ ഉള്ളത് കൊണ്ടത്രേ അവൻ ഇപ്രകാരം ധൈര്യമായി പ്രസ്താവിക്കുന്നത്, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. When I fall, I shall arise. When I sit in darkness, the Lord shall be a light unto me. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. How many of you in this evening time able to boldly confess like this? ഈ വൈകുന്നേര സമയം ധൈര്യമായി എത്ര പേർക്ക് ഇപ്രകാരം ഏറ്റുപറവാൻ കഴിയും? Shall we all stand up? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. You open your Bible to that Micah chapter 7 verse 8. ആ മീഖാ പ്രവചനം 7-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ വേദപുസ്തകങ്ങളെ തുറന്നാട്ടെ. Yes, so now you boldly confess these words against your enemy. ശത്രുവിന് വിരോധമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഈ വചനം ഏറ്റുപറഞ്ഞാട്ടെ. Yes, your enemy means the Satan is your enemy. ശത്രു എന്ന് പറഞ്ഞാൽ പിശാചത്രേ നിങ്ങളുടെ ശത്രു. Yes, when you're confessing these words, he will be put to be ashamed. നിങ്ങൾ ഈ വാക്യം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ ലജ്ജിച്ചു പോകും. Yes, he is trying to make you ashamed. അവൻ നിങ്ങളെ ലജ്ജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. In your job place, in your business place, നിന്റെ ജോലി സ്ഥലത്ത്, വ്യാപാര സ്ഥലത്ത്, in the society, സമൂഹത്തിൽ, yes, in your family. കുടുംബത്തിൽ. Yes, he is trying to make you ashamed. അവൻ നിന്നെ ലജ്ജിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. Yes, but if you're boldly confessing this word, he will be put to be ashamed and he will be running away. എങ്കിലുമോ ധൈര്യത്തോടുകൂടി നിങ്ങൾ ഈ വാക്യം ഏറ്റുപറയുന്നുവെങ്കിലോ അവൻ ലജ്ജിച്ച് ഓടിപ്പോകും. Yes, everybody open your mouth and in your own language you start to confess these words again and again. നിങ്ങൾ വായ്കളെ തുറന്ന് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഈ വാക്യം നിങ്ങൾ ഏറ്റുപറവാൻ തുടങ്ങുക. Yes, everybody loudly you open your mouth and again confess this word. എല്ലാവരും ഉച്ചത്തിൽ ആവർത്തിച്ച് നിങ്ങൾ ഈ വാക്യം വീണ്ടുമായി ഉരുവിട്ട് ഏറ്റുപറയുക. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. Be a light unto me. Amen. Hallelujah. Yes, keep on confessing these words. Yes, let that devil put to be ashamed. ശത്രു ലജ്ജിച്ചു പോകട്ടെ. Yes, let the devil put to be ashamed. ശത്രു ലജ്ജിച്ചു പോകട്ടെ. When he started to run away from you, your problems will be solved. അവൻ നിന്നെ വിട്ട് ഓടി പോകുവാൻ തുടങ്ങുമ്പോൾ നിന്റെ പ്രശ്നമൊക്കെയും താനെ പരിഹരിക്കും. Yes, when he started to run away from you will be healed. അവൻ നിന്നെ വിട്ട് ഓടി പോകുവാൻ തുടങ്ങുമ്പോൾ നീ
സൗഖ്യം പ്രാപിക്കും. When he will be put to be ashamed and when he started to run away, your needs will be fulfilled. അവൻ ലജ്ജിച്ചു പോയി അവൻ നിന്നെ വിട്ട് ഓടി പോകുമ്പോൾ നിന്റെ ആവശ്യമൊക്കെയും താനെ നിവർത്തിക്കപ്പെടും. Yes, he is only stopping your blessing. അവൻ അത്രയും നിന്റെ അനുഗ്രഹത്തെ തടയുന്നത്. He is only stopping your deliverance. അവനാകുന്നു നിന്റെ വിടുതലിനെ തടയുന്നത്. Yes, keep on confessing these words. നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. Let him put to be ashamed and let him run away. അവൻ ലജ്ജിച്ച് ഓടി പോകട്ടെ. Shakara karabala karaba sharabala karabala karabala rasharabala karabala rashiramanga nama karabala karabala rashirivira balirele viralaba karabala rasharabala. Amen, 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 amen. Hallelujah, hallelujah. Yes, as you are confessing these words, the devil is putting to be ashamed. നീ ഈ വാക്യം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശത്രു ലജ്ജിച്ചുകൊണ്ടിരിക്കുന്നു. Yes, the devil is putting to be ashamed and he is running away from you. ശത്രു ലജ്ജിച്ച് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. Yes, he is running away from your family. നിന്റെ കുടുംബത്തെ വിട്ട് അവൻ ഓടുന്നു. Yes, he is running away from your job place. നിന്റെ ജോലി സ്ഥലത്തു നിന്ന് അവൻ ഇതാ He ഓടിക്കൊണ്ടിരിക്കുന്നു. is running away from your business. അവൻ നിന്റെ വ്യാപാരത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. Shakarangani maula bakarangani maula bakaraba lakaraba laraba lare laro lare. Amen, 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 amen. Believing that shall we all praise God. വിശ്വസിച്ചുകൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Yes, in this coming days also, we have to keeping our hope in our God and we have to go forward victoriously. മേലാളുടെ നാളുകളിലും നാം നമ്മുടെ പ്രത്യാശ ദൈവത്തിങ്കിൽ വെച്ചുകൊണ്ട് ജയകരമായി മുന്നേറി ചെല്ലണം. Yes, whatever the word we have listened today, so according to these words, we have to keep the hope upon our God. ഇന്ന് ശ്രവിച്ചതായ ദൈവവചന പ്രകാരം തന്നെ നമ്മുടെ പ്രത്യാശ നാം ദൈവത്തിൽ അർപ്പിക്കണം. We will never be ashamed. നാം ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല. Yes, we will never be ashamed. ഒരിക്കലും നാം ലജ്ജിതരാകയില്ല. Believing that shall we all praise God. വിശ്വസിച്ചുകൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Our Jesus is going to come very soon. For his soon coming, God has to prepare us, our family members and the church. For that shall we all praise God. യേശു അതിവേഗം പ്രത്യക്ഷനാകുവാൻ പോകുന്നു. അവന്റെ വേഗമുള്ള വരവനായി നമ്മയും നമ്മുടെ കുടുംബത്തെയും സഭയെയും ദൈവം ഒരുക്കണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Giving all glory, honor and praise to triune God and praise God. തൃത്വ ദൈവത്തിന് സകലമാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Let's pray. எனக்கு எங்களை நேசிக்க நல்ல ஆண்டவரே, இந்த வேலை தந்தவர் நாளும் நன்றி துதிக்கிறோம் சோத்திரிக்கிறோம் ஆண்டவரே. கடந்த 9 மாத அளவும் எங்களை கண்மில் பாதுகாத்த உடைய கிருபைக்காய் நன்றியோடு துதிக்கிறோம். 10ஆம் மாதத்தில் 1ஆம் வாரம் தேவ சமூகத்தில் கடந்து வர கத்த உதவி செய்தபடி நாளும் நன்றியோடு துதிக்கிறோம். சிறு கூட்டமாய் கத்தாவே சமூகத்தில் நாங்கள் கடந்து வந்தோம் சுவாமி. கத்தாவே நீர் எங்களை ஆசீர்வதித்தபடி நாளும் நன்றியோடு துதிக்கிறோம். இந்த மீட்டிங் தொடக்கம் முதல் முடிவு வரை ஆவியானவரை பொறுப்படுத்தபடி நாள் ஸ்தோத்திரம். தேவ சமூகத்தில் பாடி சந்தோஷிக்க தந்த கிருபைக்காய் நன்றியோடு துதிக்கிறோம் சோத்திரிக்கிறோம் ஆண்டவரே. இந்த சார்ந்த வேலை நீர் எங்களோடு பேச நல்ல வார்த்தைக்காய் நன்றியோடு துதிக்கிறோம். தான் ஒரு சங்கீதக்காரன் சொன்னது போல கத்தாவே தன் ஆத்மாவை நோக்கி கத்தாவே நீ ஏன் கலங்குகிறாய், ஏன் எனக்குள் தேங்குகிறாய் என்று கத்தர் இந்த சாயந்திர வேலை நீர் எங்களோடு பேசினபடி நாளும் நன்றியோடு துதிக்கிறோம் ஆண்டவரே. எங்கள் ஆத்மா அந்த கத்தாவே பல விதமான கஷ்டங்கள் கத்தாவே வாருங்கள் பிரச்சனைகள் வரும்போது கத்தாவே கலங்கி கொண்டு காணப்படும் போது கத்தாவே கத்தாவே எங்கள் ஆத்மாவை நோக்கி நாங்கள் கத்தாவே நீர் ஏன் கலங்கிறாய் என்று கத்தருக்காய் காத்திரு என்று கத்தாவே இந்த சாயந்திர வேலை நீர் எங்களோடு பேசினபடி நாளும் நன்றியோடு துதிக்கிறோம் சோதரிக்கிறோம் சுவாமி. எசேக்கியா ராஜாக்கு விரோதமாய் கத்தாவே சத்துருக்கள் வந்து உன் தேவன் எங்கே என்று பரிகசித்தது போல கத்தாவே எங்களுடைய சத்துருக்கள் கத்தாவே எங்களுக்கு விரோதமாய் வந்து உன் தேவன் எங்கே என்று கத்தாவே எங்கள் பரிகசிக்கும் போது கத்தாவே நாங்கள் கத்தாவே நீர் எங்களுக்காக கத்தாவே யுத்தம் செய்கிறவராய் கத்தாவே எசேக்கியா ராஜாக்கு விரோதமாய் கத்தாவே அவர் சத்துருக்கு விரோதமாய் நீர் இறங்கி வந்து யுத்தம் செய்தது போல கத்தாவே நீர் எங்களுக்கு யுத்தம் செய்கிற வல்லவராய் இருக்கிறபடினாலும் நன்றியோடு துதிக்கிறோம் சோதரிக்கிறோம் சுவாமி. யோசேப்பு ஜீவிதத்தில் கத்தாவே பலவிதமான கஷ்டங்கள் வந்தவது கத்தாவே நீர் கத்தாவே எல்லாவற்றும் கத்தாவே அவன் ஜெயாலியாய் மாற்றினது போல கத்தாவே எங்களை கூட கத்தாவே நீ ஜெயாலியாய் மாற்றப்படப்படினாலும் நன்றியோடு துதிக்கிறோம் சோதரிக்கிறோம். யாக்கோபுக்கு விரோதமாய் கத்தாவே லாபான் வந்தபோது கத்தாவே அவற்றின் கத்தாவே தேவன் கத்தாவே சொப்பனத்து மூலமா எச்சரித்தது போல கத்தாவே எங்களை சத்துருக்களை கத்தாவே நீ எச்சரிக்கப்படுறபடினாலும் நன்றியோடு துதிக்கிறோம் சோதரிக்கிறோம் சுவாமி. கத்தாவே எப்போது கத்தாவே நாங்கள் வெக்கப்பட்டு போவதில்லை கத்தாவே நாங்கள் அறிக்கையிட்டு கத்தாவே எப்போது ஜெயாலியாய் காணப்பட கத்து உதவி செய்ய வேண்டுமா ஜெபிக்கிறோம். கேட்ட வசனம் கத்தாவே எங்கள் ஜீவிதத்தில் ஒவ்வொரு நாளும் கத்தாவே நடைபெற கத்து உதவி செய்ய வேண்டுமா ஜெபிக்கிறோம். விசுவாசத்தை எல்லாவற்றையும் ஜெயிக்க கிருபை தாரோ. மீதியான நேரில் கத்தர் எங்களோடு கூட இருங்க தாழ்த்துக்கிற வருக்காய் தகுதிப்படுத்தும் இயேசு கிறிஸ்துவுக்கு நல்ல பிதாவே. Amen. Now may the grace of Lord and Savior Jesus Christ and love of Father and sweet fellowship of the Holy Ghost rest and abide with us until Jesus returns in glory. Amen. Hallelujah.
Hallelujah. Hallelujah. Praise the Lord. God bless you.